ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്കക്കുരു മാങ്ങയും ഉണക്കച്ചെമ്മീനും കൂടി വയ്ക്കാം. അതാണ് പതിവായിട്ട് വയ്ക്കുന്നത്. ഇനി ചക്കക്കുരു മാങ്ങയും ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കോലും ഇട്ടും വയ്ക്കാം. ഇത് ഉണക്കച്ചെമ്മീനാണ്. അത് നമ്മൾ ജസ്റ്റ് കഴുകി വറുത്ത് തലയും വാലും മാറ്റിയ ചെമ്മീനാണിത്. കണ്ടോ, ഈ പരുവത്തിൽ കിട്ടും. തലയുമില്ല വാലുമില്ല. കഴുകി വാരി വറുത്ത ശേഷമാണ് തലയും വാലും കളഞ്ഞേക്കുന്നത്. ഈ ചക്കക്കുരു നമുക്ക് നന്നാക്കിയെടുക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കാം. വേണമെങ്കിൽ ഒരു തക്കാളി കൂടി ചേർത്താൽ നന്നായിരിക്കും. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇന്നിപ്പോൾ മുരിങ്ങക്കോല് കിട്ടിയിട്ടില്ല. അപ്പോൾ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും കൂടി വയ്ക്കാം. അല്ലെങ്കിൽ ചക്കക്കുരുവും തക്കാളിയും ചെമ്മീനും മുരിങ്ങക്കോലും കൂടി വയ്ക്കാം. ഇത് മൂന്നും കൂടി നാലും കൂടി ആയാലും കുഴപ്പമില്ല. ചക്കക്കുരു മാങ്ങയും തക്കാളിയും കൂടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചക്കക്കുരു നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി ചക്കക്കുരു നന്നാക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചക്കക്കുരുവിൻ്റെ ആ വെളുത്ത തൊലി മാത്രം കളഞ്ഞാൽ മതി. ഉള്ളിലുള്ള നമ്മളുടെ ചാരക്കളർ തൊലിയില്ലേ, അത് ചിരണ്ടി കളയാണ്ടിരുന്നു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ തവിട് കിട്ടും എന്ന് പറയും. കണ്ടോ, ഇതുപോലെ തൊലി ഉൾപ്പെടെ ഇങ്ങനെ. ഇതതിൻ്റെ തവിടാണെന്നാണ് പറയുന്നത്. ഇത് കളയാറില്ല. ഇനി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വയറുവേദന എടുക്കും, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാർ പണ്ട് പറയുമായിരുന്നു, ഇങ്ങനെ തവിട് മാറ്റാണ്ട് എടുക്കുകയാണെങ്കിൽ ഗ്യാസ് കയറത്തില്ല എന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും ഇതിൻ്റെ വെള്ളത്തൊലിയും കളയുക, പറ്റുമെങ്കിൽ തവിട് കളയുക, അല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു നന്നാക്കുന്നത്. ചക്കക്കുരു രണ്ടായിട്ട് പുലർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചക്കക്കുരുവിനകത്ത് പ്രത്യേകമുണ്ട്. പഴയ ചക്കക്കുരു, പുതിയ ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകത. ചിലതാണെങ്കിൽ നല്ല പെട്ടെന്ന് വേഗുന്ന ചക്കക്കുരു, വേഗാത്ത ചക്കക്കുരു, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പഴകിയ ചക്കക്കുരുവാണ് ഇച്ചിരി നല്ലത്. പുതിയ ചക്കക്കുരു, ഇന്നലെ എടുത്ത ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ പൊളിക്കാനൊക്കെ പാടായിരിക്കും. ഇപ്പം ചക്കക്കുരു ഏകദേശം തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി മാങ്ങ കൂടി തൊലിയെത്തി എടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനും മാങ്ങയെല്ലാം ഒന്നുകൂടി കഴുകിയെടുത്തിട്ടുണ്ട്. നേരെ നമ്മുടെ മൺചട്ടിയിലേക്ക് ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടി കഴുകി മൺചട്ടിയിലേക്ക് ചാടി. അതിലേക്ക് തക്കാളിയും കൂടി. തക്കാളി ചേർക്കണം നിർബന്ധമില്ല, പിന്നെ ചേർത്ത ടേസ്റ്റാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പത്തേക്ക് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, പിങ്ക് സാൾട്ട്, DXN കമ്പനിയുടെ പിങ്ക് സാൾട്ട് കേട്ടോ. നല്ല അടിപൊളി പിങ്ക് സാൾട്ടാണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പൊട്ടാസ്യം നമ്മുടെ എന്താ പറയുക, BP ഒക്കെ കുറയാൻ സഹായിക്കും പിങ്ക് സാൾട്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി. ഈ ഭംഗിക്കും എരിവ് കിട്ടാനും അവസാനം എടുത്ത് ചോറിൻ്റെ കൂടെ ചവയ്ക്കാനൊക്കെ ആയിട്ട് ഒരു 2 പച്ചമുളക് കൂടി കീറിയിടുന്നു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ കര തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ചക്കക്കുരു വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല. ഒന്നുകൂടി മൂടി വയ്ക്കുക. നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് അരപ്പിലേക്ക് കിടക്കാം. നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും, അരപ്പിന് നിറം കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും. നമ്മുടെ തന്നെ മഞ്ഞൾ കഴുകി വാരി ഉണങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചത് കേട്ടോ.
നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം വരുന്നതുകൊണ്ടാണ് വെള്ളം വറ്റിക്കിട്ട് വിചാരിച്ചത്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. പറ്റിച്ച കറിയല്ലല്ലോ, ചെമ്മീനും മാങ്ങയും കറിയൊന്നല്ലേ, ഒഴിച്ചു കറിയാണല്ലോ പറയണേ. അപ്പോൾ കുറച്ചും കൂടി വെള്ളമാവാം. അപ്പോൾ നമുക്ക് ആ ജാറൊക്കെ ഒന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി തിളച്ചോട്ടെ. നമ്മൾ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒത്തിരി തിളച്ച് അങ്ങ് തേങ്ങയുടെ ടേസ്റ്റ് അങ്ങ് പോകരുത്. ആ നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്യാം. സാധാരണ ഇത്തരം കറികൾ കടുക് കളിക്കാൻ തുടങ്ങിയാൽ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഒഴിച്ച് ഓഫ് ചെയ്യാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കടുക് വറുത്ത് ഉണക്കോളം വറുത്തിടാറുണ്ട്. നമുക്കിപ്പം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. നല്ല മണമൊക്കെ വരാൻ ഈ കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല മണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെമ്മീനും മാങ്ങയും കറി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കല്ലിൻ്റെ ചൂടുകൊണ്ടുള്ള തളയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ചൂട് പറക്കുന്ന കുത്തരി ചോറും നമ്മുടെ ചെമ്മീനും മാങ്ങയും, ചൂട് ചെമ്മീനും മാങ്ങയും കൂടി. വാവ്, പൊളി.